ഞാൻ കണ്ടിട്ടില്ല. ഇജ്ജ് കാണാതെ എങ്ങനെ? നമ്മള് രണ്ടാളെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. എവിടെ നോക്കണേ? നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ആരാ ഇവിടെ ഉള്ളത്? മറ്റോ പണിക്ക് പോയതല്ലേ? എന്നാ പൊട്ടനാക്കണം. ഓനോട് ചോദിച്ചോ കാണി. ഇവിടെ വാട ആന്റെ പുറന്ന് ഞാൻ പൊളിക്കും ഞാൻ. എവിടെയാണ് ഞാൻ പൈസ വെച്ചത്? മര്യാദക്ക് പറഞ്ഞോ. കൊടുക്കാനോ? ഓനെ 2 കൊടുക്കുക. അപ്പൊ സത്യം പറഞ്ഞു. ഞാനിന്ന് ഇവിടെ ഉണ്ടായിരുന്ന പൈസ ഇവിടെ എവിടെ വെച്ചത്? അതെ ചാന്തിമത്തെ തോലി എടുക്കും. നടക്കല് കാണാം. വാപ്പ വടി ഓടിച്ചാനാ പോയിക്കുന്നത് കേട്ടോ. പൊട്ടനാണെന്നൊക്കെ വെറുതെ പറയാണ്. ഓനെ വാപ്പ പഠിച്ചു കൊടുത്തേക്കാം പേഴ്സ് എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ എന്റെ വാപ്പാന്ന് സാധനം വെച്ചോട്ട് കാണില്ല. പാപ്പം കിട്ട് വരട്ടെ. അർച്ചന ആ കുട്ടീനെ തല്ലുണ്ടല്ലോ. എപ്പോഴും അവിടെ ഒച്ചപ്പെടാ ചങ്ങായി പണിക്ക് പോയാൽ തുടങ്ങി ആ കുട്ടീനെ അങ്ങനെ അടങ്ങാറാക്കുവൈറ്റങ്ങള്. ഓൻ 2 കൊടുത്തോ സത്യം പറയും. തന്നാ കാണാം കള്ള. ഇസ്മായിലാക്കാൻ അവിടെ കുറച്ചും കൂടി പണിയുണ്ട്. നാളെ നോക്കട്ടെ. കുട്ടിപ്പാ ഇവിടെ തന്നെ അവിടെ എന്താ ചെയ്യേ? കുട്ടിപ്പാ എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇജ്ജ് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടീനെ ഓലായിട്ട് അടങ്ങാറാക്കുക. തച്ചു കൊല്ലൂല്ലാന്ന് തന്നെ ഉള്ളൂ. അതൊക്കെ എനിക്ക് അറിയാതെ കൊറേ ആൾക്കാരെ അതിനോട് പറയുന്നത്. നമ്മൾ എന്നാലും മുണ്ടണ്ട വെച്ചിരിക്കാൻ നിൽക്കുക. വാപ്പി അന്തരല്ലേ എത്ര വെച്ചിട്ട് ഞാൻ അതിനെ നോക്കി പരിഹരിക്കാം. പണിക്കോണ്ട മനസ്സിന് ഞാൻ ചെന്നോക്കരുത്. ഇജ്ജൊരു കാര്യം ചെയ്യാം. എന്റെ വൈകുന്നേരം നടക്കണ കോട്ടേഴ്സ് ഉണ്ടല്ലോ. ഇജ്ജ് എന്റെ കുട്ടീനെ വിളിച്ചിട്ടാണ് ആ കോട്ടേഴ്സ് കൊണ്ട് പോയിക്കോ. പൈസ ഒന്നും ഇപ്പം ഇജ്ജ് വിഷയാക്കണ്ട. അതൊക്കെ ഇജ്ജ് ഉണ്ടാകുമ്പോൾ തന്നാൽ മതി. അത് പാചരിച്ച് അറിയാനിട്ടൊന്നല്ല. അന്തരവും പണിക്കേക്കാണ്ട് എന്തായാലും വാപ്പാനെ നോക്കലുണ്ടാവില്ല. ഞാൻ നോക്കട്ടെ ഇൻഷാല്ലാ. അങ്ങനെ ഉണ്ട് നിങ്ങളെ കോട്ടേഴ്സിക്ക് ഞാൻ വരും. രാലു എവിടെ? എന്തിനാ കാര്യണ് തന്നെ? ആ ആരെ പെട്ടിട്ട് തച്ച്? ഇപ്പേ എവിടെ തച്ച്? എന്താണ്? എന്തിനപ്പ ഞാൻ ഈ പണിക്കോണ നേരത്തെ ഇതിനെ തച്ചുകൾ നാസാക്കുന്നു? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടാളൊരു സുഖം കൊടുക്കണില്ലാന്നുണ്ട്. ആർക്കിപ്പോ എന്താ വേണ്ടത്? ഞാനാ തച്ചത്. ഓ പേസ് കട്ടിട്ടാണ്. ആ സുഖമില്ലാത്ത കുട്ടിക്ക് എന്തിനാ നിങ്ങളെ പേസ്? അതിന് പൈസ എന്താന്ന് തിരിച്ചറിയോ? പേസ് എന്താന്ന് തിരിച്ചറിയോ? വെറുതെ അതിനിട്ട് കാണി മനസ്സം പണിക്കോണ നേരത്തെ എന്താ കിടക്കം മറ്റോണ്ടല്ലേ ഇവിടെ ഓടെ അപ്പൊ പേഴ്സ് ഇട്ടിക്കോ. നിങ്ങളെ വർഗം പേരല്ലാണ് വർഗത്തിയപ്പോഴേ ഞാൻ വർഗരെ കൊണ്ടുവച്ചിരിക്കുന്നു. ഞാൻ എന്റെ ശ്രദ്ധന്ന് വിട്ടുപോയി. എവിടുന്ന പേഴ്സിട്ടി എന്റെ കുട്ടി എടുത്തേക്കാന്നു? അതിനൊക്കെ പേഴ്സ് എന്താണെന്നറിയോ? ഒരു ഉറുപ്പിളാച്ചൊക്കെ പണിയെടുത്താണ് ഈ കുടുംബത്തിൽ നോക്കിക്കണം. വൈകുന്നേരം വരെ നിങ്ങൾക്ക് മേടിച്ചോണ്ട് ഞാൻ ആ മിസ്സിംഗ് കരയേറ്റാൻ വേണ്ടി പോണ്ട്. അന്ത്രനാന്ന് ഞാൻ നോക്കൂല. കൊന്നിട്ട് പന്നി ജയിലിൽ പോകാനും വേണ്ടിയില്ല. എന്റെ കുട്ടിയെ തോട്ടിട്ടുണ്ടേ കണ്ടോ? നിങ്ങളെ കുട്ടീനെ തൊട്ടപ്പോ നിങ്ങൾക്ക് വല്ല പൊള്ളില്ലേ? നേരെ പറ്റി വൈകുന്നേരം വരെ നിങ്ങൾ നോക്കാൻ വേണ്ടിട്ട് വേറെ ഏറ്റവും കുഴപ്പമില്ല. എന്നിട്ട്
തിന്ന് അതിനെ തച്ച് കൊല്ല രണ്ടാളും കൂടി കൂടിയിട്ട് ഇനി മേലാക്ക് എന്റെ കുട്ടിനെ മേത്തെങ്ങാനെ കച്ച് വീണെന്ന് ഞാൻ അറിഞ്ഞ ഉറപ്പാ കൊല്ലും ഞാൻ. ആ വാ എന്നെ തല്ലണം നിച്ചൊന്ന് കാണണം. ഒരു 100 ഉറുപ്പിക ഇതിന് എണ്ണടിച്ചാൻ പൈസ 200 വെച്ചോ. ആ നിങ്ങളെ കിട്ടാ ഞാനേ ആ മെഡിക്കൽ സ്റ്റോർ വരെ ഒന്ന് പോവാണ്. ആ ആയിക്കോട്ടെ. ആ മറ്റവനോടെ ഓനാടെ എവിടെയും ഉണ്ടാവും. എന്താണ് ഇതെവിടെ വാപ്പാക്ക് വണ്ടി കിട്ടിയേ അയാൾ ഒരു ഇടങ്ങേറുണ്ടാക്കണതാണ്. ഇതെന്താ പറ്റിക്കണേ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല. തലക്ക് ചെറിയ മുറിയുണ്ട്. ഇതെങ്ങനെ വരുമോ? ഇച്ച് വരാൻ പറ്റൂല. ഞാൻ ഇപ്പൊ ചെക്കന്മാരൊക്കെ ആയിട്ട് ടൂർ പോവാൻ നിൽക്കുകയാണ്. ചെക്കന്മാരൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരാറിറങ്ങണം. എടാ എന്തേലും ഒന്ന് കാട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ നോക്കാം. ഞാൻ ഒറ്റക്കലുള്ളൂ ഇവിടെ. ഇതൊന്ന് വെച്ച് വെക്ക. ഇജ വാണിയെ നോക്കിക്കോ. എന്റെ വാപ്പ മാത്രമല്ല ആന്റിയും കൂടി വാപ്പയല്ലേ ഇടങ്ങാറാക്കാൻ. ആരിസ എവിടെ? ഓൻ ചെറുക്കന്മാരെ ഇപ്പൊ എടുക്ക പോയിക്കാന്ന് പറഞ്ഞു. ഓപ്പൺ വരും. ആ ഇതങ്ങളെ പോണ്. പാപ്പാ ശരി കാര്യം പറയണ്ടേ. നിങ്ങളൊന്നും വിചാരിച്ചിരുന്നു. ഞാൻ ആ ആചാര്യ കോട്ടേജിലെ റൂം ചോദിച്ചിട്ടുണ്ട്. ഞാനും ലാലും കൂടെ അവർക്ക് പോവാ. ആരിസിപ്പോൾ വരും. അവിടുത്തെ ബില്ലിൻ്റെ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. പൈസ ഒക്കെ ഞാൻ കൊടുത്തു. അതിൽ കുറച്ച് ഏറെ പൈസയും വെച്ചിട്ടുണ്ട്. പോവല്ലടാ. നിങ്ങൾ എന്താ ആവശ്യം എന്തെങ്കിലും വിളിച്ചോളി. ഞാൻ ദൂരത്തേക്കൊന്നല്ല, ഇവിടെ അടുത്തേക്കനല്ലേ. എന്താ ആവശ്യത്തിന് ഞാൻ ഇവിടെ ഉണ്ടാവും. ഇജ് മാത്രമേ എനിക്ക് ഈ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. മറ്റൊരാരും ഉണ്ടായിട്ടില്ല. ഇജ് പോവല്ലടാ.